Hello everyone, it's me Nishana. Welcome to my YouTube channel Tasty Heart. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് ക്രാബ് പെപ്പർ മസാല, അതായത് ഞണ്ട് പെപ്പർ മസാലയാണ്. അതുപോലെ തന്നെ ഈ ഞണ്ട് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് കൂടെ കാണിക്കുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനമാണ് കാണിക്കുന്നത്, അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം കേട്ടോ. അപ്പോൾ ക്രാബ് മസാലയ്ക്ക് വേണ്ടി ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു സവാളയാണ്. അതൊരു അത്യാവശ്യം വലിയൊരു സവാളയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളി തന്നെ വലിയൊരു തക്കാളിയാണ്, നമ്മൾ നാട്ടിലെ പോലെ ചെറിയ തക്കാളിയല്ല. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ഞാൻ ഒരു 6 വെളുത്തുള്ളിൻ്റെ, ഇവിടെ കിട്ടുന്ന വലിയ തരം വെളുത്തുള്ളി ആളല്ലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 3 പച്ചമുളക്, എരിവനുസരിച്ച് നിങ്ങൾ കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കുക. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. മുളക് അത്യാവശ്യം വേണം, കാരണം ഇതിൽ നമ്മൾ മുളക് പൊടി ഇടുന്നില്ല. പിന്നെ ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി അതിലേക്ക് ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റണം. അങ്ങനെ ഒരുപാട് വഴന്ന് വരേണ്ട ആവശ്യമില്ല. ഒരു കുറച്ചൊന്ന് പാകമാകുമ്പോഴേക്കും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റണം. പിന്നെ എപ്പോഴും നമ്മൾ മീൻ വെക്കുമ്പോഴൊക്കെ മൺചട്ടിയാണ് നല്ലത്. അപ്പോൾ കഴിയുന്നതും ഞാൻ എപ്പോഴും മൺചട്ടിയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഏകദേശം ഒന്ന് പാകമാകുമ്പോഴേക്കും നമ്മൾ തക്കാളി അതിലേക്ക് ഇടണം. പിന്നെ ഞാൻ കറിവേപ്പിലിൻ്റെ കാര്യം പറയാൻ മറന്നുല്ലേ, കറിവേപ്പില കൂടെ ഇടണം കേട്ടോ. പിന്നെ പച്ചമുളക്, അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റണം. ഓക്കെ, ഇപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പിടാം. പിന്നെ ഇനി മറ്റുള്ള പൊടികളൊക്കെ ഇടാനുള്ള സമയമായി. ഞാനിതാ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം കണ്ടല്ലോ നിങ്ങൾ ഏകദേശം എൻ്റെ ആ സ്പൂണിൻ്റെ വലിപ്പം, അപ്പം അതിൽ 1/2 സ്പൂൺ എടുത്തത്. പിന്നെ ഇതിൽ ഞാൻ 2.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഈ അളവിൽ 2.5 സ്പൂൺ മല്ലിപ്പൊടി, കാരണം അത്യാവശ്യം മല്ലിപ്പൊടി ഇടുന്നുണ്ട്, കാരണം മുളക് പൊടി ഇടുന്നേ ഇല്ല. അപ്പോൾ മുളകിന് പകരം നമ്മൾ പച്ചമുളക് ഇട്ടു. ഇനി കുരുമുളക് പൊടി ഇടുന്നുണ്ട്, പക്ഷേ കുരുമുളക് പൊടി ഇപ്പോഴല്ല കേട്ടോ, അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് കുരുമുളക് പൊടി ഇടുന്നത്. അപ്പോൾ ഈ ചേരുവകളെല്ലാം കൂടെ കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ചേരുവകളെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റണം. ഇതിൻ്റെ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ വഴറ്റണം കേട്ടോ. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയെന്ന് തോന്നിയാൽ ഉടനെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഞണ്ട് അതിലേക്ക് ഇടണം. ഓക്കെ, ഇപ്പോൾ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത ഞണ്ട് അതിലേക്ക് ഇടുകയാണ്. ഇനിയാണ് നമ്മൾ കുരുമുളക് പൊടി ഇടുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട ചേരുവയാണ്, കാരണം നമുക്ക് 1 ടീസ്പൂൺ, ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന സ്പൂണിൽ മല്ലിപ്പൊടിയൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആ സ്പൂണിൻ്റെ അളവ് തന്നെയാണ് കേട്ടോ ഇതിന്. അതിൻ്റെ 1 സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ടത്. കുരുമുളക് പൊടി നമ്മൾ ഇപ്പോഴാണ് ഇട്ടേണ്ടത്, ഒരിക്കലും എണ്ണയിലേക്ക് ഇടരുത്. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ടാൽ അതിൻ്റെ വേറൊരു ടേസ്റ്റാണ് വരിക. അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോൾ ഇട്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് വഴറ്റണം. അതുപോലെ നമ്മൾ പെരുംജീരകം ഇടുന്നുണ്ട്, അതും തന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇടുന്നത്, അല്ലാതെ എണ്ണയിലേക്ക് ഇടുന്നില്ല. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. അത് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ മീനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം കിനിഞ്ഞു വരും, പക്ഷേ എന്നാലും ഇത് അടി പിടിക്കും, അപ്പം കുറച്ച് വെള്ളം ഒഴിക്കണം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇട്ടൊന്ന് തിളച്ചതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പെരുംജീരകം, അപ്പോൾ പെരുംജീരകപ്പൊടി ഇതിലേക്ക് ഇടണം. അതൊരു 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയാണ് ഞാൻ ഇടുന്നത്, കണ്ടോ, ആ സ്പൂണിൻ്റെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം.
അപ്പോൾ അടച്ച് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ തുറന്നു നോക്കി ഒന്ന് ഇളക്കി നോക്കുന്നത് നല്ലതാണ് കേട്ടോ, അല്ലെങ്കിൽ അടി പിടിച്ചാലോ. പിന്നെ നോക്കൂ, ഇതിപ്പം നല്ല ഗ്രേവിയൊക്കെ ആയി നല്ല പാകമായി വന്നിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. ആ കുരുമുളകിൻ്റെയും പെരുംജീരകത്തിൻ്റെ ഒക്കെ മണം, വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം കാണും കൂടിയിട്ട് നല്ല പെപ്പർ മസാലയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അവസാനം നമ്മളൊരു ഇത്തിരി മല്ലിച്ചപ്പ് കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഞണ്ട് പെപ്പർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ. പലർക്കും ഞണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ഞണ്ട് എങ്ങനെയാണ് നന്നാക്കുക എന്നുള്ളത് പലർക്കും അറിയില്ല. അതെങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ക്ലീൻ ചെയ്യുന്നതോടെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്യുന്നതോടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ ഈ ചെറിയ 4 കാലുകൾ പറിച്ചൊഴിവാക്കണം. അത് വളരെ പെട്ടെന്ന് കിട്ടും കേട്ടോ. കൈ കൊണ്ട് തന്നെ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാവുന്നത്, കത്തിയുടെ ഒന്നും ആവശ്യമില്ല. കാരണം ഞാനത് പെട്ടെന്നൊന്ന് വലിക്കുമ്പോഴേക്കേ അത് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല, കാരണം ഇതിലധികം കാമ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഈ 2 വലിയ ഈ കൈകളുണ്ടല്ലോ, കണ്ടോ, ഇത് രണ്ടിലും അത്യാവശ്യം നല്ല കാമ്പുണ്ടാവും. അപ്പോൾ അത് വേണം. നോക്കൂ, അതിന് വളരെ പെട്ടെന്ന് കിട്ടും. ഒന്ന് ജസ്റ്റ് പറിച്ചെടുത്താൽ തന്നെ കിട്ടുന്നതാണ്. പിന്നെ ഇതാണ് അതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും മറ്റു കണ്ടോ, ഇവിടെ ഒരു ത്രികോണാകൃതിയിലുള്ള ആ ഒരു പ്ലേസ് മെല്ലെ ഇങ്ങനെ ഒന്ന് എടുത്ത് വലിച്ചാൽ മതി. അപ്പോൾ അപ്പോഴേ അതിൻ്റെ പുറന്തോട് ഇങ്ങനെ വരും. വളരെ ഈസിയാണ്. എന്നിട്ട് പിന്നെ അവിടെയുള്ള ഒരു പൂവ് എന്ന് പറയുന്നത്, ഇതിൻ്റെ പൂവ് എന്നാ പറയുക അതിന്. പിന്നെ വേറെ എന്താന്ന് പല നാട്ടിലും പലത് പറയും. ഇനി നമുക്കതിൻ്റെ കൈ എങ്ങനെ നന്നാക്കാൻ നോക്കാം. അപ്പോൾ ഈ കൈയിൻ്റെ ഇവിടെയൊക്കെ കണ്ടോ ചെറിയ ചെറിയ മുള്ളുകളുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് കത്തിയോണ്ട് ഇങ്ങനെ പൊട്ടിച്ച് കളയണം. എന്നിട്ട് ഇതിന് 2 ഭാഗം പോലെയാണ്. അപ്പോൾ ആ നടുവിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അടുത്ത ഭാഗവും അതുപോലെ ചെറിയ ചെറിയ മുള്ളുകൾ അതിനുണ്ട്. അപ്പോൾ അതും തന്നെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പൊട്ടിച്ച് കളയണം. ആ കൂർപ്പൊന്ന് പൊട്ടിച്ച് കളഞ്ഞാൽ നല്ല മുഴുവനായിട്ട് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. പ്രത്യേകിച്ച് ഇങ്ങനെ പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിന്ന് വെള്ളത്തിന് താഴെ കാണിച്ചത് പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും. നമ്മൾ ബക്കറ്റിലൊക്കെ വെള്ളം എടുത്തിട്ട് കഴുകുന്നതിനേക്കാൾ ബെറ്റർ ഇങ്ങനെ കഴുകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യമൊക്കെ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പിന്നെ എക്സ്പീരിയൻസ് ആകുമ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ആക്ച്വലി എനിക്കും അതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ കോഴിക്കോട് വന്നതിന് ശേഷം അവിടെ അമ്മച്ചിൻ്റെ അടുത്ത് നിന്ന് അതൊക്കെ പഠിച്ചത്. മലപ്പുറത്തുകാർക്ക് ഇതൊന്നും അത്ര വലിയ പരിചയമില്ല, കാരണം നമുക്കങ്ങനെ ഞണ്ടൊന്നും എപ്പോഴും കിട്ടാറില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്താൽ പിന്നെ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി ഉണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ ആൻഡ് ഡ്രിങ്ക് പ്യുവർ വാട്ടർ. വൺസ് അഗെയിൻ ഇറ്റ്സ് മീ നിഷാന. താങ്ക് യു സോ മച്ച്.